ജെൻസി തലമുറയിലെ പെൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണത്തെക്കാൾ പ്രിയം ഡയമണ്ട് ആഭരണങ്ങളോടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സ്വർണത്തിന്റെ വിലക്കയറ്റം മൂലമാണോ എന്ന കുനഷ്ട ചോദ്യമൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. ഇത് സംഗതി വേറെയാണ്. സെക്കൻഡ് സ്റ്റഡിന്റെ മുകളിൽ നിരനിരയായി കാതുകുത്താൻ അതിൽ ഡയമണ്ട് സ്റ്റഡുകൾ ഇടുന്നത് ഇപ്പോൾ അവർ പിന്തുടരുന്ന ഒരു ട്രെൻഡ് തന്നെയാണ്. തൃക്കണ്ണും പാമ്പും താമരയും അങ്ങനെ വിവിധ തരത്തിലും രൂപത്തിലുമുള്ള ഡയമണ്ട് സ്റ്റഡുകൾ ഇപ്പോൾ ലഭ്യമാണ്. പ്രായത്തിന്റെ ആവേശത്തിൽ ഇത്തരം ഫാഷനൊക്കെ നല്ലതാണെന്ന് തോന്നുമെങ്കിലും അതുണ്ടാക്കുന്ന ചർമ്മ പ്രശ്നങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. സൗന്ദര്യ സംരക്ഷണ വിദഗ്ധരും ആരോഗ്യ പ്രവർത്തകരും ഒരുപോലെ ഇതിന് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കാതിൽ നിരനിരയായി കമ്മലിടുന്നതിൽ കൂട്ടുകാരിയെ തോൽപ്പിക്കാൻ ഇറങ്ങും മുൻപ് അതിൽ പതിയിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെന്നും അവർ പറയുന്നു. പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ 28 ദിവസം കഴിയുമ്പോൾ നടത്തുന്ന പേരിടൽ ചടങ്ങിന്റെ അന്ന് തന്നെയാണ് കാതുകുത്തുന്നത്. അതൊരു പഴയ ആചാരമാണ്. സ്വർണ്ണ സൂചി കൊണ്ട് കാതിലെ ഇയർ ലോബ് എന്നറിയപ്പെടുന്ന ഭാഗത്താണ് കാതുകുത്തുന്നത്. ചില സ്ഥലങ്ങളിൽ ഇന്നും ഈ പിന്തുടർച്ച നടക്കുന്നുണ്ട്. കാലം മാറിയപ്പോൾ അവരവർക്ക് സൗകര്യമുള്ള ദിവസത്തിൽ കാതുകുത്തുന്നവരും ഇന്നുണ്ട്. എന്നാൽ ചോറൂണിന് മുൻപോ ഒന്നാം പിറന്നാളിന് മുൻപോ ചിലപ്പോൾ കുട്ടിക്ക് തിരിച്ചറിവായതിനു ശേഷമോ ഒക്കെയാണ് കാതുകുത്തുന്നത്. വീട്ടിൽ കാതുകുത്താതെ ജ്വല്ലറികളിലോ ആശുപത്രികളിലോ പോയി കാതുകുത്തുന്നവരും പുതിയ കാലത്ത് ഒട്ടനവധി പേരാണ്. ഇയർ ലോബിൽ കാതുകുത്തുന്നത് സുരക്ഷിതമാണെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പക്ഷം. ഇക്കാലത്ത് ആൺകുട്ടികളും ഒറ്റക്കാതിൽ സ്റ്റഡോ റിങ്ങോ ധരിക്കുന്ന ഫാഷൻ പിന്തുടരുന്നവരാണ്. എന്നാൽ ഈ കാതുകുത്തൽ ഇയർ ലോബും കടന്ന് തരുണാസ്ഥിയിലെത്തുമ്പോൾ അത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഇവർ ഓർമ്മിപ്പിക്കുന്നത്.